ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ അശ്രദ്ധ സാധാരണക്കാരനെ ബാധിക്കുന്നുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ വാചക കസർത്ത് മാത്രം പോരെന്നും കേരളത്തിലെ ആരോഗ്യരംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എത്രയോ അശാസ്ത്രീയമായിട്ടാണ്, എത്രയോ അശ്രദ്ധ നിറഞ്ഞതായിരുന്നു ഈ ട്രീറ്റ്മെന്റ് എന്നതിന് പറയാൻ വാക്കുകളില്ല. കോഴിക്കോട് ഹർഷീനയുടെ കേസ് ഉയർന്നു വന്നപ്പോൾ ആ സ്ത്രീക്ക് ഇത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് തന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അവർക്കുണ്ടായ വേദന ശരീരത്തിന്റെ മാത്രം വേദനയായിരുന്നില്ല. അവരെ സർക്കാർ സംവിധാനങ്ങൾ സത്യത്തിൽ ദ്രോഹിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് ഗവൺമെന്റ്, ആരോഗ്യ വകുപ്പ്, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചത്. ഇവിടെ പറയുന്ന ന്യായങ്ങൾ ആർക്കും ബോധ്യം വരുന്നതല്ല. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും തകർന്ന തരിപ്പണമാകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈ എല്ല് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കൈ വളഞ്ഞുപോയി. ഇപ്പോൾ ആലപ്പുഴയിലെ ഈ സ്ത്രീ തുടർ ചികിത്സയ്ക്കായിട്ട് ഈ കത്രിക വയറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കത്രിക എടുത്തു മാറ്റാൻ ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല. ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അവര് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത്. ഇതിന് മന്ത്രി ഉത്തരം പറയണം. ഇത്തരത്തിൽ വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക്, ശാരീരിക മാനസിക പീഡനങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഉത്തരവാദി ഗവൺമെന്റ് തന്നെയാണ്. അവർക്ക് ഉചിതമായ ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം.